ഗ്രാമനഗര വ്യത്യാസമില്ലാതെ രാജ്യം പാചകവാതക പ്രതിസന്ധിയുടെ പിടിയിലാണ്. പഞ്ചാബിൽ സിലിണ്ടറിനായി വരുന്ന 65-കാരൻ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ച വാർത്തയും നമ്മളിന്ന് കണ്ടു. കരിഞ്ചന്തയ്ക്കും പൂഴ്ത്തിവെപ്പിനുമെതിരെ വിവിധ സംസ്ഥാനങ്ങളിൽ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. പഞ്ചാബ് ബർണാല ജില്ലയിലാണ് പാചകവാതക സിലിണ്ടറിനായി കാത്തുനിന്ന വയോധികൻ മരിച്ചത്. 2 മണിക്കൂറോളം കാത്തുനിന്നതോടെ ഷെഹ്ന ഗ്രാമത്തിലെ ഭൂഷൺ കുമാർ മിത്തൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. പ്രതിസന്ധി രൂക്ഷമായതോടെ ബംഗളൂരു നഗരത്തിലെ 70% ഹോട്ടലുകളും പൂട്ടി. PGകളിലും ഭക്ഷണ പ്രതിസന്ധി വന്നതോടെ വിദ്യാർത്ഥികളും ബുദ്ധിമുട്ടിലായി. മെട്രോ നഗരങ്ങളിൽ ഗാർഹിക സിലിണ്ടറുകളുടെ വില 4000-ന് മുകളിൽ ഈടാക്കുന്നുവെന്നാണ് പരാതി. കരിഞ്ചന്ത തടയാൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന തുടരുകയാണ്. മധുരയിൽ സിവിൽ സപ്ലൈസ് നടത്തിയ പരിശോധനയിൽ 398 സിലിണ്ടറുകൾ പിടിച്ചെടുത്തു. 3 പേരെ അറസ്റ്റ് ചെയ്തു. കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും തടയാൻ ഗുണ്ടാ നിയമം ചുമത്താനുള്ള ആലോചനയിലാണ് തമിഴ്നാട് സർക്കാർ. ഛത്തീസ്ഗഡിൽ നിന്ന് 741 സിലിണ്ടറുകളും ബീഹാറിൽ 138 സിലിണ്ടറുകളും ഒഡീഷയിൽ നിന്ന് 92 സിലിണ്ടറുകളും പിടികൂടി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 ചെന്നൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.